ADM നവീൻ ബാബുവിൻ്റെ മരണത്തിലെ സംശയമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് മഞ്ജുഷ ഹൈക്കോടതിയിലെ അന്വേഷണം CBI ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് പരാതി ഫയൽ ചെയ്തു. ഈ കേസിനകത്ത് ഇതുവരെയുള്ള പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് ആണ് മഞ്ജുഷ പറയുന്നത്. അതോടൊപ്പം തന്നെ ആ വിശ്വാസ്യത ഈ അന്വേഷണത്തിൽ ഒട്ടുമില്ല, അന്വേഷണത്തെ പാളിച്ച സംഭവിച്ചിരിക്കുന്നു എന്നാണ്. ഇതിനകത്ത് പോലീസിൻ്റെ ഭാഗത്ത് വൻ വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതെന്താണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ളത് DGP സമാധാനം പറയേണ്ടി വരും ഹൈക്കോടതിയിൽ. കാരണം ഈ ഒരു സംഭവം ഒരു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ മരണമാണ്. അതൊരു സർക്കിൾ ഇൻസ്പെക്ടറെ കൊണ്ടാണ് അന്വേഷിക്കുന്നത്. അതിനകത്ത് ചോദ്യം ചെയ്തൊരു ലിസ്റ്റ് നോക്കുമ്പം IAS കളക്ടർ ഉൾപ്പെടെയുള്ളവരുണ്ട്. കുറച്ച് എക്സ്പീരിയൻസ്ഡായ ഒരു എക്സ്പീരിയൻസ്ഡായ ഒരു DYSPയോ SPയോ അന്വേഷിക്കുന്നതായിരുന്നു നല്ലത്. എന്തുകൊണ്ടാണ് ഈ സർക്കിൾ ഇൻസ്പെക്ടറെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത്? ഇത്രയും വിവാദമായിട്ട് എന്തുകൊണ്ട് DGP അല്ലെങ്കിൽ അവിടുത്തെ ADGP അല്ലെങ്കിൽ അവിടുത്തെ IG ഇതൊരു അന്വേഷണം മാറ്റി കൊടുക്കാൻ ഉത്തരവിടാത്തത് എന്ത്? അവരുടെ ഭാഗത്ത് വൻ വീഴ്ചയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ചില കാതലായ സംശയങ്ങളുണ്ട്. കാരണം കൈക്കൂലിക്കാരനല്ല, കൈക്കൂലി വാങ്ങിച്ചിട്ടുമില്ല, വാങ്ങിച്ചതിന് തെളിവുമില്ല. അദ്ദേഹത്തിനെ അറിയുന്ന വീട്ടുകാരും ബന്ധുക്കളും ആ പത്തനംതിട്ട ജില്ലയിലുള്ള CPMകാരും അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം ഒരു കൈക്കൂലിക്കാരനല്ല, അങ്ങനെ ഒരു ആരോപണം കൊണ്ടുവന്നിരിക്കുന്നു അവിടെ. അദ്ദേഹത്തിൻ്റെ സെൻഡ് ഓഫ് സമയത്ത് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ പ്രസംഗമൊക്കെ നമ്മൾ കേട്ടു. അതേപ്പറ്റി ധാരാളം ചർച്ചകളും വന്നു. ഇവിടെ ഇപ്പം നമുക്ക് ആ പോലീസ് അന്വേഷണത്തിലെ ചില കാര്യത്തിലെ ഒരു ക്ലിപ്തത ഉണ്ടാകണം. അതേപ്പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്തോ അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പം വീട്ടുകാർ ആരും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ആ സ്ഥലത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സ്, അവിടെ നിന്ന് അദ്ദേഹത്തിനെ വീട്ടുകാർ വരുന്നിടം വരെ ആ രീതിയിൽ അവിടെ തൂങ്ങി നിൽക്കുന്നത് അനുവദിക്കാൻ പാടില്ല എന്നൊക്കെ ചില വിശദീകരണങ്ങളൊക്കെ ചില ചർച്ചയിലൊക്കെ ഞാൻ കേട്ടു. പക്ഷെ വീട്ടുകാർ വരണം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അതൊന്നും അവിടെ ഉണ്ടായില്ല. ഏതായാലും അദ്ദേഹത്തിനെ കെട്ടഴിച്ച് താഴെ കിടത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി. പോസ്റ്റ്മോർട്ടം സമയത്തിന് മുമ്പ് വീട്ടുകാരെ ഡെഡ് ബോഡി കാണിക്കണമായിരുന്നു, അത് കാണിച്ചില്ല. പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം മാത്രമാണ്. ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ കോളേജിൽ അവിടെ വിശ്വാസ്യതയില്ല. അവിടെയാണ് പ്രശാന്ത് എന്ന് പറഞ്ഞ ആ ജീവനക്കാരൻ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം അവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതും അത് പോലീസ് ശ്രവിച്ചില്ല. ഇത്രയും വലിയൊരു സീരിയസ് ആരോപണം നിലനിൽക്കുമ്പം പോലീസ് കുറച്ചുകൂടെ കൃത്യമായി വിശ്വാസയോഗ്യമായ രീതിയിൽ പെരുമാറണം. കാരണം ഇൻക്വസ്റ്റ് സമയത്ത് ആളില്ല, ബന്ധുക്കളില്ല, പോസ്റ്റ്മോർട്ടം സമയത്തും ഇല്ല. അവിടെയൊക്കെ പോലീസിന് പാളിച്ച പറ്റിയെന്നേ പറയാനൊക്കുള്ളൂ. ഇതുവരെ വിശദീകരണം ലഭിക്കാത്ത അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കാര്യം, വീട് പൂട്ടിപ്പോയ അദ്ദേഹം താക്കോല് തൻ്റെ ഡ്രൈവറെ ഏൽപ്പിച്ച് ബാഗുമായി പോയ അദ്ദേഹം 8:55 ട്രെയിന് കയറുന്നതിന് മുമ്പ് 6 മണി 6:30 അവിടെ ഒരു അമ്പലത്തിൻ്റെ പരിസരത്ത് ഇറങ്ങി. അതിനുശേഷം അദ്ദേഹം എങ്ങനെയാണ് ഈ താക്കോലില്ലാതെ ഈ വീടിനകത്ത് കയറി തൂങ്ങി മരിക്കുന്നത്? രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം എന്ന് ഭാര്യയുടെ അടുത്തും പെൺകുട്ടികളുടെ അടുത്ത് 2 പെൺകുട്ടികളുടെ അടുത്തും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അത് രാത്രിയിലും പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആത്മഹത്യയുടെ പ്രവണതയില്ല. കുട്ടികളും അമ്മയും സന്തോഷത്തോടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി വെയിറ്റ് ചെയ്തു. ട്രെയിനിൽ ആളില്ല. അവരുടനെ TTRനെ വിളിച്ചു. ആ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ആൾ കയറിയിട്ടില്ല. കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചിട്ടില്ല എന്ന് ഭയത്തോടുകൂടി അമ്മയും മക്കളും ശ്രവിച്ചു ആ വാർത്ത. അവരുടനെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ഒരു ലേഡി
ADMൻ്റെ പേഴ്സണൽ സെക്രട്ടറിയെ വിളിച്ചു കഴിഞ്ഞപ്പം അവരുടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ വിളിച്ചു. ഡ്രൈവർ പറഞ്ഞ ആൾ പോയിട്ടുണ്ട്, അവിടെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ അടുത്തിറക്കി. ആ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ പോയി നോക്കി. വാതിൽ തുറന്നു കിടക്കുന്നു, പൂട്ടിയിട്ട വാതിലാണ്, അതിൻ്റെ താക്കോൽ ഇയാളുടെ കയ്യിലാണ്. അദ്ദേഹം തൊട്ടടുത്തുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടുത്ത ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആളെ വിളിച്ചു വരുത്തി. അവർ രണ്ടുപേരും, അവർക്കും കയറാൻ ഭയമായപ്പം ADMൻ്റെ ഗൺമാനെ കൂടെ വിളിച്ചു വരുത്തി. 3 പേരും കൂടെ കയറിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. അദ്ദേഹത്തിൻ്റെ കാലുകട്ടിലെ തന്നെ ടച്ച് ചെയ്ത് നിൽക്കുന്നു എന്ന വാർത്തകളെ കേൾക്കുന്നുണ്ട്. അവ ആരാണ് ഇവർ വരുന്നതിന് മുമ്പ് ആ വീടിനകത്ത് ആൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്ത് ആ വാതിൽ ചവിട്ടിപ്പൊളിച്ച് കയറിയത് ആരെ? അത് പോലീസ് കണ്ടെത്തിയോന്ന് അറിയില്ല. എന്തിന് കയറി? കാരണം മക്കളുടെ അടുത്തും ഭാര്യയുടെ അടുത്ത് ഇതാ ഞാൻ വരുന്നു, ടിക്കറ്റ് റിസർവ് ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ മനുഷ്യനെ ആ പറഞ്ഞ സമയം എപ്പോഴാണെന്ന് പറഞ്ഞാൽ അതിനു മുമ്പിൽ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണതയോ ഉദ്ദേശവും ഇല്ലായിരുന്നു. താൻ ആത്മഹത്യ ചെയ്യുകയാണ്, തൻ്റെ മക്കളെയും തൻ്റെ ഭാര്യയെയും എന്തിനാണ് വെറുതെ ആ റെയിൽവേ സ്റ്റേഷനെ വിളിച്ചു വരുത്തുന്നത്? അത് ഒരിക്കലും അവരെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന്, ചിന്തയിൽ നിന്നും അങ്ങനെ വരില്ല. അതുതന്നെയല്ല, കൈക്കൂലി വാങ്ങിച്ചെന്നുള്ളൊരു ആരോപണം അദ്ദേഹം സെൻഡ് ഓഫ് വരെ ഇല്ല. അപ്പം പിന്നെ അദ്ദേഹം എന്തിനാണ് പേടിക്കുന്നത്? അത് ആ കൈക്കൂലിയുടെ ആരോപണം വന്നുടനെങ്കിൽ ആത്മഹത്യ ചെയ്യുമോ? അതില്ല, അത് ലോജിക്കായിട്ട് ശരിയാകുന്നില്ല. അത് തന്നെയല്ല, ആരാണ് വാതിൽ തുറന്നത്, ചവിട്ടിപ്പൊളിച്ചത്, അദ്ദേഹത്തിനെ കണ്ടത് ഇതിനു മുമ്പ് അദ്ദേഹം സൂയിസൈഡ് നോട്ട് ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും സൂയിസൈഡ് നോട്ട് എഴുതിയിട്ടുണ്ടാവും. അതാരാണ് അടിച്ചുകൊണ്ട് പോയത്? ആ വിവരം ക്ലാരിറ്റി ഇല്ല. അതിനുശേഷം നമുക്ക് മനസ്സിലായി ദിവ്യയുടെ പ്രസംഗത്തിലാണ് അദ്ദേഹം നിരാശപ്പെട്ട് വേദനപ്പെട്ട് ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനോട് വിയോജിക്കുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. കാരണം അങ്ങനെ ഒരാരോപണം പറഞ്ഞാൽ അത് ഉടനെ ആത്മഹത്യയിലേക്ക് പോവില്ല. പക്ഷേ 2 ദിവസത്തിനകം വിവരം അറിയാമെന്ന് ആ ദിവ്യ പറയുകയും ചെയ്തു. 2 ദിവസത്തിനകം വിവരം അറിഞ്ഞു നമ്മളൊക്കെ. അപ്പോൾ ആ വിവരം അറിയാൻ പറയുന്ന ആള് ആരോപണം ഉന്നയിച്ച ശേഷം ഇത് കൈക്കൂലിക്കാരനാണ് എന്ന് സ്ഥാപിക്കാൻ AKG സെൻറ്ററിൽ നിന്ന് ഒരു ലെറ്റർ എഴുതി പ്രശാന്ത് എന്ന് പറഞ്ഞ ആള് മുഖ്യമന്ത്രി ഓഫീസിൽ കൊടുത്തു. മുഖ്യമന്ത്രി ഓഫീസിൽ ഒരു പരാതി കിട്ടിയാൽ അതിൻ്റെ ഡേറ്റും ടൈമും വെച്ച് സ്വീകരിക്കുകയുള്ളൂ. പക്ഷേ മരിച്ചതിന് ശേഷമുള്ള ഡേറ്റ് കിട്ടിയതായിട്ടാണ് മുഖ്യമന്ത്രി ഓഫീസിൽ കാണുന്നത്. അപ്പോൾ അതിനകത്ത് പ്രശാന്തൻ്റെ ഒപ്പും, പ്രശാന്തൻ 40 സെൻറ്റ് സ്ഥലം വാടകയ്ക്ക് വാങ്ങിച്ച ആ എഗ്രിമെൻറ്റിലെ ഒപ്പും രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ തിരുവനന്തപുരത്തിരുന്ന് എങ്ങനെയാണ് ആ ലെറ്റർ എഴുതി ഒപ്പിട്ട് മുഖ്യമന്ത്രി ഓഫീസിൽ എത്തിക്കുന്നത്? അത് പോലീസ് അന്വേഷിക്കണം, അതിനൊരു കേസ് എടുക്കണം. കാരണം ഇതിനെ സംബന്ധിക്കുന്ന ഒരു വിജിലൻസ് എൻക്വയറി ഉണ്ടായെന്ന് പറയുന്നു. വിജിലൻസ് സർക്കിൾ ഇൻസ്പെക്ടർ ഏതായാലും അവിടുന്ന് മാറ്റിയിരിക്കുന്നു. അദ്ദേഹം ഈ പ്രശാന്തനെ വിളിച്ച് കൈക്കൂലി വാങ്ങിച്ചതിനെ പറ്റി ഒരു അന്വേഷണം നടത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഉത്തരവിടാതെ, ഒരു DGP വിജിലൻസ് ഉത്തരവില്ലാതെ, ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവില്ലാതെ, ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവില്ലാതെ ഒരു അന്വേഷണം കേരളത്തിലെ ഒരു SP-ക്കും വിജിലൻസിൻ്റെ DIGക്കോ SP-ക്കോ സർക്കിൾ ഇൻസ്പെക്ടറോ DYSPക്കോ അന്വേഷിക്കാൻ അവകാശമില്ല, അന്വേഷിക്കാൻ പാടില്ല. അങ്ങനെയാണ്. അവർക്ക് ട്രാപ്പ് കേസുകൾ മാത്രം എവിടെ പോയി ആണെങ്കിലും പിടിക്കാം. വേറെ ഒരു മാറ്ററും, ഒരു പെറിയ പെറ്റീഷൻ ആണെങ്കിലും ശരി, മുകളിൽ നിന്നുള്ള ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ അത് അന്വേഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് വെസ്റ്റഡ് ഇൻട്രസ്റ്റോടുകൂടി ആ CI അന്വേഷിച്ചെങ്കിൽ അങ്ങേരും ഈ കേസിനകത്ത് പ്രതിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനകത്ത് ഈ മർഡർ അല്ലെങ്കിൽ സൂയിസൈഡ് അല്ലെങ്കിൽ ഹോമിസൈഡ്, ഇതേപ്പറ്റി അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന് ഒരു ക്ലാരിറ്റി വേണം ഈ കാര്യത്തിലൊക്കെ. കാരണം ഇതിനകത്ത് അവരെ അറസ്റ്റ് ചെയ്ത് 306 ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്ന ഇന്ത്യൻ പീനൽ കോഡിൽ അല്ലെങ്കിൽ 108 BNS പ്രകാരം കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്തു. അവർ കൈക്കൂലി കൊടുത്തത്, ഇദ്ദേഹത്തിന് കൈക്കൂലി കൊടുത്തു ഇദ്ദേഹം വാങ്ങിച്ച ശേഷമാണ് ആ പെട്രോൾ പമ്പിൻ്റെ നോ ഒബ്ജക്ഷൻ NOC കൊടുത്തതെന്നുള്ള ധ്വനിയിൽ അവർ സംസാരിച്ചിട്ടുണ്ട്. അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി മുൻ ഡേറ്റ് വെച്ചിട്ട് ഒരു പരാതി കൊടുത്ത് അത് റെഗുലറൈസ് ചെയ്യാനുള്ളൊരു ശ്രമം ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് തീർച്ചയായിട്ടും പോലീസ് ഫാബ്രിക്കേഷൻ ഓഫ് എവിഡൻസിന് എടുക്കണമായിരുന്നു. അല്ല ഇതിൻ്റെ കൂടെ ചേർത്ത് അന്വേഷിക്കണവർ ഉണ്ടായില്ല. പ്രശാന്തിനെയോ അന്വേഷണം
ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്ത് വിട്ടുകളഞ്ഞു. അത് 120B പ്രശാന്തൻ പങ്കാളിയാണ്. പ്രശാന്തൻ മാത്രമല്ല, അവിടുത്തെ ADGP അത് വിലക്കണമായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന് ADM പറ്റി മോശമായി അദ്ദേഹത്തിൻ്റെ സെൻഡ് ഓഫിൽ പറയുമ്പം അത് തീർച്ചയായിട്ടും വിലക്കണമായിരുന്നു. അത് ഏത് ഉന്നത ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി, കളക്ടർ വിലക്കണം. അത് ചെയ്തില്ല. അദ്ദേഹം അത് ആസ്വദിച്ചതായിട്ടാണ് കണ്ടത്. അപ്പം 120B ഗൂഢാലോചനയിൽ അദ്ദേഹത്തിനും പ്രശാന്തനും ഗംഗാധരൻ എന്ന് പറഞ്ഞ വേറൊരാളും ഇദ്ദേഹത്തിനെതിരായിട്ട് ആരോപണം പറഞ്ഞിട്ടുണ്ട്. അവരെ 3 പേരെയും 120B ഗൂഢാലോചനയിൽ തീർച്ചയായിട്ടും അവരെ പ്രതിയാക്കേണ്ടി വരും. അതുകൂടാതെ പോസ്റ്റ്മോർട്ടത്തിനകത്ത് ചില കാര്യങ്ങൾ ആ മെഡിക്കൽ കോളേജിൽ, പരിയാരം മെഡിക്കൽ കോളേജിൽ ചെയ്യാൻ പാടില്ല എന്ന് തുടക്കത്തിലേ പറഞ്ഞ് അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തതിനകത്ത് ഇനി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാകണം. ആത്മഹത്യയാണെങ്കിൽ തീർച്ചയായിട്ടും ലിഗേച്ചർമാർക്ക് കഴുത്തിന് ചുറ്റും ഒരു പ്രത്യേക ആംഗിളിലുള്ള ഒരു ലിഗേച്ചർ കഴുത്ത് ഞെരിഞ്ഞ് മരിച്ചു, ശ്വാസം മുട്ടി മരിച്ചു എന്നാണെങ്കിൽ ആ കെട്ടിന് ഏത് വശത്താണ് കെട്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന വായിക്കകത്ത് അവിടുന്ന് കടവായിൽ നിന്ന് സലൈവ ഒലിക്കണം. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സലൈവ ഒലിച്ചിട്ടുണ്ടോ നോക്കണം. അദ്ദേഹത്തിൻ്റെ ഈ സൂയിസൈഡ് ആത്മഹത്യയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മലം പോകാനുള്ള സാധ്യതയുണ്ട്, പ്രഷറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യൂറിൻ പാസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ആ പോസ്റ്റ്മോർട്ടത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അത് തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ മൂക്കിലും അദ്ദേഹത്തിൻ്റെ വായിലും അദ്ദേഹത്തിൻ്റെ ചെവിയിലും രക്തത്തിൻ്റെ അംശം വരാനുള്ള സാധ്യതയുണ്ട്. അത് പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മൂക്കിക്കൂടെയും വായിക്കൂടെയും ചെവിക്കൂടെയും ബ്ലീഡിങ് വെളിയിൽ വരണമെന്നില്ല, അകത്ത് ബ്ലീഡിങ് ഉണ്ടാവും. അതിനകത്ത് വെയിൻ പൊട്ടും. അത് ലിഗേച്ചർമാർക്ക് ഉപയോഗിക്കുമ്പോൾ സഫക്കേഷൻ ഉണ്ടാവും. അങ്ങനെയാണ് അതുണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനകത്ത് ഉണ്ടാകണം. അദ്ദേഹത്തിൻ്റെ കാല് തറയിൽ നന്നായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ അദ്ദേഹത്തിന് അബോധാവസ്ഥയെ കെട്ടിത്തൂക്കിയതാണോ എന്നുള്ള കാര്യം കൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു കൃത്യത ഇതുവരെ വെളിയിലോട്ട് വന്നിട്ടില്ല, വീട്ടുകാരെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. അതാ പോലീസ് അന്വേഷണം നടക്കുന്നവരെ രഹസ്യമായിട്ട് അന്വേഷിച്ചോളൂ, പക്ഷേ വീട്ടുകാരെ ഓരോ സ്റ്റെപ്പും ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത ആ സർക്കിൾ ഇൻസ്പെക്ടർക്കുണ്ട്. അതൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ സൂയിസൈഡ് നോട്ട് ആരെങ്കിലും തട്ടിച്ചുകൊണ്ട് പോയതാണോ എന്നും സംശയം ഉണ്ടെങ്കിൽ, ആത്മഹത്യ ആണിലേക്ക് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് എന്ത് പെറ്റീഷൻ കിട്ടിയാലും ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് അതിൻ്റെ റിപ്ലൈ കൊടുക്കുന്ന, അത് കിട്ടിയെന്നെങ്കിലും കൊടുക്കുന്ന ഒരു സ്വഭാവം ഈ ADM നവീൻ ബാബുവിനുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും പറയുന്നുണ്ട്. വീട്ടിൽ വന്നാലും ശരി, ഓഫീസിൽ ലീവ് ആയാലും ശരി, ഓഫീസിലെ കാര്യങ്ങൾക്ക് അപ്പം തന്നെ പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ്. 24 മണിക്കൂറും ലാപ്ടോപ്പുമായിട്ട് നടക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും ഭാര്യയും മക്കളെയും ഒക്കെ അവരുടെ അടുത്ത് ഒരു ക്ഷമ ചോദിച്ചുകൊണ്ടെങ്കിലും ആ ഒരു സൂയിസൈഡ് നോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് തൻ്റെ സൂയിസൈഡിൻ്റെ കാരണക്കാർ ആരാണെന്ന് വ്യക്തമായിട്ട് അവരുടെ പേരും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഇപ്പം വെളിയിലോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു കേസിനകത്ത് തീർച്ചയായിട്ടും ഒരു സൂയിസൈഡ് നോട്ട് ഇല്ലാത്തതും, അദ്ദേഹത്തിൻ്റെ മുറി ആരാണ് ബലം തെളിയിച്ച് തുറന്ന് കണ്ടത്, അദ്ദേഹം എങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ വീട്ടിലെത്തിയത്, ആരെങ്കിലും കാറിൽ കൊണ്ടുവന്നതാണോ, ആരെങ്കിലും ഓട്ടോയിൽ കൊണ്ടുവന്നതാണോ, അദ്ദേഹത്തിൻ്റെ ഒരു കോള് കണ്ണൂരിൽ നിന്ന് വന്നെന്ന് പറയുന്നു, കാസർഗോഡ് നിന്ന് വന്നു പറയുന്നത്, അത് ആര് വിളിച്ചു. ഏതായാലും വീട്ടുകാർ അദ്ദേഹത്തിന് ഈ അനുകൂലമായി വരാവുന്ന എവിഡൻസസ് നശിപ്പിക്കാതിരിക്കാൻ തലശ്ശേരി കോടതിയിൽ ഒരു പെറ്റീഷൻ ഇട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ദിവ്യയുടെയും കളക്ടറെയും പ്രശാന്തിൻ്റെയും ഗംഗാധരൻ്റെയും അദ്ദേഹത്തിൻ്റെയും കോൾ ഡീറ്റെയിൽസ് മുഴുവൻ പ്രിസർവ് ചെയ്യണമെന്നും നശിപ്പിക്കരുതെന്നും CCTV ദൃശ്യങ്ങൾ അത് നശിപ്പിക്കരുതെന്നും ഒരു പെറ്റീഷൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ പോലീസ് പ്രിസർവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ചെയ്യണം എന്ന് കോടതിയിൽ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്, എവിഡൻസ് നശിക്കാതിരിക്കാൻ. ഏതായാലും ഹൈക്കോടതി ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് ആണ് ഇതിനെപ്പറ്റി പരിശോധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തീരുമാനം ഉടനെ എത്തുമെന്ന് ഞാൻ കരുതുന്നു.